മലയാള സിനിമയിലെ ഹാസ്യത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ അതുല്യ നടനാണ് അടൂർ ബാസി. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് മലയാള ചിത്രങ്ങളിൽ ഒരു നിർണായക ഘടകമായിരുന്നു അടൂർ ബാസി. KPS ലളിതയെ ആദ്യ കാലഘട്ടങ്ങളിൽ ജീവിതത്തിലും സിനിമയിലും ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അടൂർ ബാസി. ബാസി കാരണം ഒരുപാട് സിനിമയിൽ നിന്നും KPS ലളിതയെ ഒഴിവാക്കിയിട്ടുണ്ട്. അയാൾ ഒരുപാട് പാര പണിതിട്ടുണ്ട്. അടൂർ ബാസി മരിച്ചതിന് ശേഷം KPS ലളിത അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ലളിതാമ്മയെ എന്ന് വിളിക്കും, അതുവരെ പോടി പട്ടി എന്നൊക്കെയാണ് വിളിക്കാറ്. ഒരു ദിവസം വീട്ടിൽ കയറി വന്നു. ഞാനും എൻ്റെ ജോലിക്കാരിയും എൻ്റെ സഹോദരനും അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. ബാസി 2 കുപ്പി മദ്യവുമായാണ് വന്നത്. ഞങ്ങളുടെ വീടിനുള്ളിൽ കയറി കുടി തുടങ്ങി. ഞങ്ങൾ പേടിയോടെ പുറത്തു നിന്നു. കുടിച്ചു ഒരു 10 മണിയൊക്കെ ആയി കാണും. ആ സമയം അദ്ദേഹത്തിന് ബോധമില്ലാതെ ഛർദ്ദിക്കാൻ തുടങ്ങി. ഞാൻ അടൂർ ബാസി ചേട്ടൻ്റെ ഡ്രൈവർ കൃഷ്ണനോട് പറഞ്ഞു, ഇതിനെ ഒന്ന് എടുത്തുകൊണ്ട് പോ കൃഷ്ണ. ആ സമയം ബാസി ചേട്ടൻ കൃഷ്ണനെ പോലെ തെറി പറഞ്ഞു. നമ്മളൊന്നും ജീവിതത്തിൽ അതുവരെ കേൾക്കാത്ത തെറിയാണ് ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അഴിഞ്ഞു പോയിരുന്നു. വെളുപ്പിന് 4 മണിവരെ എൻ്റെ വീടിനുള്ളിൽ കിടന്നു. അതുവരെ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ എൻ്റെ ഇളയ അനിയൻ സമാധാനിപ്പിച്ചു. രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അവസാനം ബഹദൂർക്കയുടെ വീട്ടിലേക്ക് നടന്നു. 5 മണിക്ക് മുൻപ് ഇക്കയുടെ വീടിൻ്റെ മുന്നിലെത്തി കരഞ്ഞു കൂവി നിന്നു. ബഹദൂറിക്ക വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ബഹദൂറിക്ക ഞങ്ങളെ കാറിൽ കയറ്റി എൻ്റെ വീട്ടിലേക്ക് ചെന്നു. അടൂർ ബാസിയെ പൊക്കിയെടുത്ത് കാറിലിട്ട് പറഞ്ഞയച്ചു. ഒരു സഹോദരനെ പോലെയായിരുന്നു എനിക്ക് ബഹദൂറിക്ക. അത്രയ്ക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഉറങ്ങാതെ ആ വീട് മുഴുവൻ വൃത്തിയാക്കി. അതിനുശേഷവും അടൂർ ബാസി പല സിനിമകളിൽ നിന്നും എൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 4 മണിവരെ മേക്കപ്പൊക്കെ ഇട്ട് കുത്തിയിരുന്നിട്ട് ആ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ അന്നത്തെ അസോസിയേഷൻ ചലച്ചിത്ര പരിഷത്തിൽ പരാതി കൊടുത്തു. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ വിശദമായി ഞാൻ പരാതി കൊടുത്തു. പക്ഷേ തലപ്പത്തുള്ളവർ നടപടിയെടുക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. എങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യൂ എന്നും പറഞ്ഞു. അന്ന് അത്രയും പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. അന്ന് ബാസിച്ചേട്ടൻ സിനിമാ ലോകം അടക്കി വാഴുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നതിനപ്പുറം ഒന്നുമില്ലായിരുന്നു. പക്ഷേ അടൂർ ബാസി പറയുന്നത് പോലെ ജീവിക്കാൻ എനിക്ക് ആവില്ലായിരുന്നു. അക്കാലങ്ങളിൽ KPS ലളിതൻ നയിച്ച ആ ഒറ്റയാൾ പോരാട്ടങ്ങൾ ഇന്നത്തെ കാലത്ത് ഹേമ കമ്മീഷൻ പോലത്തെ നടപടികളിൽ എത്തി നിൽക്കുന്നു. ഇന്നായിരുന്നുവെങ്കിൽ അടൂർ ബാസിയൊക്കെ പെട്ടേനെ. KPS ലളിതയുടെ ആ മനക്കരത്തിന് മുൻപിൽ GPS മീഡിയ തലകുനിച്ച് നിൽക്കുന്നു.